നമുക്ക് സലു പ്ലസിൽ 10,000 സബ്സ്ക്രൈബർ ആയപ്പം നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഓർമ്മയുണ്ടല്ലോ, നോയ്സ് പ്ലേ. ഇതിനിപ്പോൾ നമ്മൾ ഒരു വാട്ടർ പ്രൂഫ് കേസിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ഏതായാലും ഒരു നല്ലൊരു വലിയ പൂളുണ്ട്. അപ്പം നേരിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പെർഫോമൻസ് പിന്നീട് ഞാൻ റിവ്യൂ ചെയ്ത് തരാമെന്ന്. അപ്പം ഇപ്പോൾ ഈ ഒരു പൂൾ കണ്ടപ്പോൾ തോന്നി ഇവിടെ വെച്ച് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ സുൽത്താൻ ഇപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ സുൽത്താനെ കൊണ്ട് തന്നെ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതിപ്പം വാട്ടർ പ്രൂഫ് കേസ് വെച്ചിരിക്കുകയാണ്. അതിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ക്യാമിന് വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുൽ ചാടല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫുട്ടേജ് എത്രയും ഇതിൻ്റെ കൂടെ ഇത് കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇതിന് മുമ്പുള്ള ഒരു റോഡ് ടെസ്റ്റ് സുൽത്താൻ ഇത് നമ്മുടെ സൈക്കിളിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു റൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഫുട്ടേജും കാണും. അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടോയെന്നോ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഈ ഫുട്ടേജ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നെറ്റിൽ നോക്കിയപ്പോഴും അണ്ടർ വാട്ടർ റിവ്യൂസ് ഒന്നും അധികം കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു അണ്ടർ വാട്ടർ റിവ്യൂ ഈ ഒരു ക്യാമറ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളിതിനെ മാക്സിമം ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻസിലോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല റഫ് യൂസായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. മാക്സിമം അണ്ടർ വാട്ടർ എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് ഇതൊരു 4K ക്യാമറയാണ് കേട്ടോ. ഇത് ഒരു ബഡ്ജറ്റ് ആക്ഷൻ ക്യാമറയാണ്. പക്ഷെ എന്നാൽ പോലും ഇതിൽ 4K റെസൊല്യൂഷനിൽ ആണ് മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ 4Kയിൽ പക്ഷേ മാക്സിമം ഫ്രെയിംസ് എന്ന് പറയുന്നത് 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. നമുക്ക് പിന്നെ 4K അല്ലാതെ പിന്നെ 2.7K ഉണ്ട് ഹൈ റെസൊല്യൂഷൻ, അതും 30 ഫ്രെയിംസ് ആണ്. 60 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080pയിലാണ്. അതുകൂടാതെ ഇതേപോലെ സ്ലോ മോഷൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 720p ആണ്. പക്ഷേ 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ. ഇമേജ് ക്ലാരിറ്റി നല്ലതാണ്. പക്ഷേ ഈ 120pയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ മിസ് ഔട്ട് ആവും. അപ്പോൾ ഓഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. കാര്യം സ്ലോ മോഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം ഡേറ്റ അതിൽ കൺസ്യൂം ചെയ്തിരിക്കുന്നത് ഓരോ ഫ്രെയിംസിനെ ക്യാപ്ചർ ചെയ്യാനായിട്ടാണ്. ഇതിലിപ്പം അണ്ടർ വാട്ടറിൽ കളറൊക്കെ നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ വേറെ ഇതൊന്നും ഞാൻ കളർ കറക്ഷൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒറിജിനൽ ഫുട്ടേജാണ് ക്യാമറയിൽ നിന്ന് കിട്ടിയത്. അതേപോലെ ഞാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബ്ലൂ ടീഷർട്ടൊക്കെ ബ്ലൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. വൈറ്റ് ആയിട്ടുണ്ട്, റെഡ് ആയിട്ടുണ്ട്. ഇത് നല്ല കോൺട്രാസ്റ്റ് നല്ലപോലെ ഉണ്ട്. ഓരോന്നും നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഈ സ്ലോ മോഷൻ എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് 720pയിലാണ്. ഇനി ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ഭാഗം 1080യിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ കൺസിഡറബിൾ ഡിഫറൻസ് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യത്തില്ല. രണ്ടും നല്ല റെസൊല്യൂഷനിലാണ്. ഇപ്പോൾ ഈ 720p പോലും ആ ഒരു 1080യുടെ അതേ എഫക്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലിപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യാമറ എത്ര സ്റ്റേബിളായിട്ട് പെർഫോം ചെയ്യുമെന്ന് അറിയാനായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ പൂളിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് എൻഡിൽ നിന്നാണ് നമ്മൾ എപ്പോഴും നമ്മൾ ക്യാമറ വെച്ചിരുന്നത്. അത് അറൗണ്ട് 5 to 6 feet അടുപ്പിച്ച് വരും ആ ഡീപ്പസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ മാക്സിമം ടൈം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് തന്നെ കിടക്കുകയായിരുന്നു. അതായത് അറൗണ്ട് 2 hours നമ്മൾ ഈ ഒരു ഷൂട്ടിനായിട്ട് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. ആ 2 hours ഈ ആക്ഷൻ ക്യാമറ വെള്ളത്തിൽ തന്നെയായിരുന്നു. നമ്മൾ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നേരം പെർഫോം ചെയ്തിട്ടും ബാറ്ററി ഡ്രെയിനേജ് വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇതൊരു സ്മോൾ ബാറ്ററിയാണ്, ഒരു 1050 mAh ബാറ്ററിയാണ്. പക്ഷേ എന്നിട്ട് പോലും അറൗണ്ട് 4 hours നമുക്ക് നല്ല അപ്രീഷിയബിളി നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അണ്ടർ വാട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ആക്സസറീസിൻ്റെ കൂടെ തന്നെ ഒരു വാട്ടർ പ്രൂഫ് ബോക്സ് അവർ തരുന്നുണ്ട്. ആ ഒരു ബോക്സിൽ വെച്ചിട്ടാണ്, ക്യാപ്സ്യൂളുള്ള ഒരു ബോക്സാണ്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ അണ്ടർ വാട്ടർ ഈ ക്യാമറ കൊണ്ടുവന്നത്. അപ്പം അതിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്റ്റേണൽ ബട്ടൺസ് അത് തന്നെയുണ്ട്. അത് വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ബഡ്ജറ്റ് ആക്ഷൻ ക്യാമറയാണ്. ഇതിൽ നമുക്ക് 128 GB വരെയുള്ള SD കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ക്ലാസ് 10 ആയിരിക്കും. അതായത് ഹൈ സ്പീഡ്
മൈക്രോ SD കാർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ വരുന്നത് ഒരു 2 ഇഞ്ച് LED സ്ക്രീനാണ്. സ്ക്രീൻ ടച്ച് അല്ല, പക്ഷേ ബട്ടൺസ് ഉണ്ട്, ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. ആ ഒരു ഹാർഡ് ബട്ടൺസ് യൂസ് ചെയ്താണ് നമ്മൾ ഇതിൽ ഓരോ ഓപ്ഷൻസ് നമ്മൾ ടോഗിൾ ചെയ്യുന്നത്. നമുക്കിതിൽ പിക്ചേഴ്സ് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതായത് നമുക്ക് 16 MP റെസൊല്യൂഷനുള്ള പിക്ചേഴ്സാണ് നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്നത്. നമുക്ക് 12 MP ഉണ്ട്, 8 MP ഉണ്ട്, അങ്ങനെ പല വേറെ ഓപ്ഷൻസും ഇതിലുണ്ട്. ഇത് പിന്നെ നമുക്ക് ഫോണായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. വൈഫൈ കണക്ടിവിറ്റീസാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്കിപ്പം ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് ക്യാമറ എങ്കിലും ഇപ്പോൾ ഒരു ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫുട്ടേജ് അവർക്ക് അപ്പം തന്നെ ലൈവായിട്ട് അവർക്ക് കാണാൻ പറ്റും. ഇതിലപ്പോൾ ഞാൻ വേറെ അധികം പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് നേരിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഇതിനെ റേറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് ഈ ഒരു ക്യാമറ. ഈ ഒരു ക്യാമറ നമ്മൾ നോക്കേണ്ടത് ഫോർ ദിസ് പ്രൈസ് വാല്യൂ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അറൗണ്ട് ഞാൻ പറഞ്ഞല്ലോ 6500 7000 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും എൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല സാറ്റിസ്ഫാക്ഷനോടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇപ്പോൾ ഈ ഒരു മൂന്നാർ ട്രിപ്പിൽ മാക്സിമം ഈ വെള്ളത്തിനടിയിൽ മാത്രമല്ല, നമ്മളിപ്പോൾ പല ഷൂട്ടുകൾ ഇപ്പം ഔട്ട്ഡോറായിട്ട് നമ്മളിപ്പം മൂന്നാർ കാണാൻ പോയതായാലും നമ്മളിപ്പം റിസോർട്ടിൻ്റെ അകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തതായാലും അതിലും ഒരു നല്ലൊരു പങ്ക് ഈ ഒരു ആക്ഷൻ ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫോർ ദിസ് പ്രൈസ് റേഞ്ച്, അതായത് ഈ ഒരു 6500, അതായത് അണ്ടർ 10,000 റുപ്പീസ് വരുന്ന ഒരു ആക്ഷൻ ക്യാമറയിൽ ഇത്രയും നല്ല പെർഫോമൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിന് ഇടാൻ പറ്റിയ സ്കോർ തോന്നിയത് on 10 8 എനിക്ക് കൊടുക്കാൻ പറ്റും. കാര്യം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി, സ്ലോ മോഷനൊക്കെ നല്ല ക്ലാരിറ്റിയോടെ കിട്ടി, നല്ല കളർ റീപ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊരു കുറഞ്ഞൊരു ക്യാമറയായിട്ട് കാണാനേ നമുക്ക് പറ്റില്ല. കാര്യം അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ക്യാമറ മേടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ കോഡും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഫർദർ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഇതിലെനിക്ക് പറയാൻ ഇനി വേറെ അധികമായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മേടിക്കൂ. ഇതേപോലെ ഈ ഒരു ക്യാമറ വെച്ചാണെങ്കിൽ നമുക്ക് വെള്ളത്തിനടിയിലൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഈ നോയ്സ് പ്ലേ വ്ളോഗ് മേടിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ ഇതിൻ്റെ കുറേ അറ്റാച്ച്മെൻറ്റ്സും ആക്സസറീസും വരുന്നുണ്ട്. അപ്പം അതിലും നമുക്ക് അധികം വേറെ എക്സ്പെൻഡിച്ചർ വരുന്നില്ല. ഇപ്പോൾ സ്ട്രാപ്സ് ആയാലും ബൈക്ക് അറ്റാച്ച്മെൻറ്റ്സ് ആയാലും ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു നല്ലൊരു പാക്കേജാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കേട്ടോ. ഇത് നമുക്ക് ഗോപ്രോ വെച്ച് കമ്പയർ ചെയ്യുന്നത് ജസ്റ്റിഫയബിൾ അല്ല. അതായത് ഗോപ്രോ ഒക്കെ വരുമ്പോൾ തന്നെ 20,000 റുപ്പീസ് പ്ലസ് ആണ് വരുന്നത്. അറൗണ്ട് 30,000 40,000 റുപ്പീസ് വരെ ഗോപ്രോ പോവും. പക്ഷേ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഇത് വെറും ഒരു ബഡ്ജറ്റ് ആക്ഷൻ ക്യാമറയാണ്. അതായത് അണ്ടർ 10,000 റുപ്പീസാണ് ഈ ഒരു ക്യാമറ വരുന്നത്. അറൗണ്ട് 7,000 റുപ്പീസാണ് മാക്സിമം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ എന്നിട്ട് കൂടി ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല ഔട്ട്പുട്ടാണ്. നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 1080, 2.7K, 720 ഇങ്ങനെ പല റേഞ്ചിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസ് എന്ന് പറയുന്നത് 120 ആണ്. ഏറ്റവും കുറഞ്ഞത് 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. നമുക്ക് 30 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K ഉണ്ട്, 2.7K ഉണ്ട്, പിന്നെ 1080 ഉണ്ട്. 720pക്ക് 2 ഓപ്ഷനാണുള്ളത്. ഇത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡും 120 ഫ്രെയിംസ് പെർ സെക്കൻഡും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ ഏറ്റവും ഒപ്റ്റിമം സെറ്റിംഗ് എനിക്ക് തോന്നിയത് 1080pയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് അതിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിൽ ഓഡിയോയും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളൊരു കേസിങ്ങിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മഫ്ലിംഗ് എഫക്റ്റ് ഉണ്ട്. കാര്യം ആ ഒരു ബോക്സ് ഉള്ളതുകൊണ്ട്. ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്റ്റേണൽ മൈക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് നമുക്ക് വ്ളോഗ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്, അണ്ടർ വാട്ടറിൽ ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്ര നേരം പെർഫോം ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് വേറെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. നല്ല സാറ്റിസ്ഫാക്ടറി രീതിയിൽ തന്നെ ഇത് പെർഫോം ചെയ്തു.
നമ്മുടെ ഈ മൂന്നാർ ട്രിപ്പിൽ, അതായത് നമ്മുടെ ഈ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിലെ സ്റ്റേയിലായാലും ഇപ്പോൾ നമ്മൾ മൂന്നാർ കാണാൻ പോയതായാലും ഇവിടെ എല്ലാം പല ക്ലിപ്പുകളും എടുത്തത് ഈ നോയ്സ് പ്ലേ വ്ളോഗ് എഡിഷൻ ആക്ഷൻ ക്യാമറ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ പൂൾ, അതായത് നമ്മുടെ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിലാണ് ഇതിപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം കണ്ടില്ല, നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷോട്ടുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അസസ് ചെയ്യാമല്ലോ, ഇങ്ങനെ ഔട്ട്ഡോർ ഷൂട്ടിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഫുട്ടേജ് കണ്ടല്ലോ, ഇനി നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം, അതിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൻ്റെ കൂടെ തന്നെ ഞാൻ ഡിസ്കൗണ്ട് കോഡും കൂടി ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇതിലിപ്പം നമ്മൾ 2 മണിക്കൂറോളം വെള്ളത്തിൽ നിന്നു. ഇതുവരെ ബോക്സിൻ്റെ അകത്ത് കാഴ്ചയിൽ വലിയ വെള്ളമൊന്നുമില്ല. കണ്ടോ, വേറെ വലിയ പ്രശ്നമില്ല. ഇനി തുറന്നു നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്. ഒന്നുമില്ല കേട്ടോ, ബോക്സ് നല്ല ഡ്രൈ ആണ്. ക്യാമറ എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ പൂളിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 2 മണിക്കൂറോളം പൂളിൽ നിന്നിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു മാക്സിമം പൊക്കോണ്ടിരുന്നത്. നല്ലൊരു 6 അടി താഴ്ചയിൽ വരെ നമ്മൾ താഴ്ത്തിയിരുന്നു ക്യാമറ കുറേ നേരത്തേക്ക്. അപ്പം കണ്ടല്ലോ, ഈ കേസ് വലിയ പ്രശ്നമില്ല. കേസിൻ്റെ അകത്ത് നല്ല സെക്യൂറായിട്ടാണ് ഇരുന്നത്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ ഫുട്ടേജിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പോഷറൊക്കെ നേരെ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോയ്സ് പ്ലേ കൈ പിടിച്ചുകൊണ്ട് ഡയറക്റ്റ്ലി സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ പോവാണ്.